ഇന്നലെ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു. നമ്മൾ കഴിഞ്ഞ 10 കൊല്ലമായി കാണാത്ത രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കുണ്ടായിരിക്കുന്നു. ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പ്രകടനമാണ് 1 മണിക്കൂറും 40 മിനിറ്റും എടുത്ത് നടത്തിയത്. സാധാരണ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നതിനേക്കാൾ ഒരുപാട് അദ്ദേഹം ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം ഇന്നലെ ക്രൈം മാഗസിൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാനത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ വൈകുന്നേരം തന്നെ അത് റിലീസ് ചെയ്തിട്ടുണ്ട്, പുറത്ത് യൂട്യൂബിലുണ്ട്. ഇത് പറയുമ്പോൾ ചില മോദി ഭക്തർക്കോ BJPക്കാർക്കോ ഒന്നും ഇത് ഇഷ്ടപ്പെടില്ല. ഇത് അങ്ങനെ നമ്മൾ കാണുന്നതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് ഞാൻ പറയും. കാരണം എതിർ രാഷ്ട്രീയക്കാരനാണെങ്കിലും മിടുക്കനാണെങ്കിലും അഭിനന്ദിക്കാൻ കഴിയുന്നൊരു മനസ്സ് നമുക്ക് വേണം. സത്യത്തിൽ നരേന്ദ്രമോദിക്ക് അതുകൊണ്ടാണ് അദ്ദേഹം NK പ്രേമചന്ദ്രനെ ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയും BJP MP മാരുടെയൊക്കെ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം പ്രേമചന്ദ്രനെ കണ്ട് പഠിക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രിട്ടനിലടക്കം മറ്റ് പല ജനാധിപത്യം ഉന്നതമായ രീതിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്മൾ നന്നായി അവരുടെ പണി ചെയ്യുന്നവരെ അഭിനന്ദിക്കാറുണ്ട്. ഇത് രാഹുൽ ഗാന്ധി അത്യാവശ്യം ഗംഭീരമായി പണി ചെയ്തിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം ആ പ്രസംഗത്തെക്കുറിച്ച് മാത്രമല്ല, ഇതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള നടത്തിയ പ്രസംഗമുണ്ട് 1 മണിക്കൂറും 40 മിനിറ്റും. അതിനുശേഷം മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP നടത്തിയ അതിഗംഭീരമായ പ്രസംഗമുണ്ട്. ഈ 2 പ്രസംഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷം ഒരു കൃത്യമായ തന്ത്രം മെനഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മോദിയെ എങ്ങനെ നേരിടണമെന്നും BJP എങ്ങനെ നേരിടണമെന്നും അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ വലിയ വെല്ലുവിളി ഈ ഇന്ത്യ മുന്നണിക്ക് ഉയർത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത തവണ അധികാരത്തിലേക്ക് എത്താൻ തന്നെ ഇവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നുവെന്നും കൃത്യമായി ഇപ്പോൾ സുനിൽ കൊനകോലുവാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺസൾട്ടൻസികളാണെങ്കിലും ഇവർക്ക് വേണ്ടി കൃത്യമായ തന്ത്രം മെനഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഓരോ വാക്കുകളും ഓരോ ആശയങ്ങളും എങ്ങനെയാണ് ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടത് എന്നത് പോലും കൃത്യമായി രാഹുൽ ഗാന്ധി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ്. കാരണം ഇന്നലത്തെ ആ പ്രസംഗം മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, ഇടയ്ക്കൊക്കെ ക്യാമറ മാറുമ്പോൾ പോലും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ക്യാമറ ഇവിടുന്ന് മാറി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ അദ്ദേഹത്തെ കാണണമെന്നും ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്നും വിചാരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇന്ന് നരേന്ദ്രമോദി അതിന് 4 മണിക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ മറുപടി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, നരേന്ദ്രമോദി മറുപടി പറയാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് ഹിന്ദുക്കളെ ഇദ്ദേഹം ഹിംസ ചെയ്യുന്നവരായി, അക്രമികളായി ചിത്രീകരിച്ചു എന്ന് പറയുന്നൊരു വാദത്തിനായിരിക്കും. സത്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ ഹിംസ ചെയ്യുന്നവരാണ്, യഥാർത്ഥ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇത്തവണ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളൊരു കാര്യം, ശിവഭഗവാന്റെ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഗുരുനാനാക്കിൻ്റെയും മുസ്ലിം മതഗ്രന്ഥങ്ങളും എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്നൊരു ദൈവസങ്കല്പത്തെ BJP എടുത്ത് ഉയർത്തി കാണിക്കുകയും അവർക്ക് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, ഒന്ന്, രാമൻ നിങ്ങളുടെ കൂടെ ഇല്ലാന്നും നിങ്ങൾ യഥാർത്ഥ ഹിന്ദു അല്ല എന്നും പറയുകയും, രണ്ടാമത് ശിവഭഗവാനെ കൂടെ എടുക്കുകയും ആ ശിവഭഗവാൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയിൽ ഒരു 60% വരുന്ന ആളുകൾ ആരാധിക്കുന്ന ദൈവമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പിന്തുണ കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിൽ അടുത്ത തവണ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് ആർജവത്തോടു കൂടി രാഹുൽ ഗാന്ധി പറയുന്നത്. BJP തോറ്റാലും ജയിച്ചാലും ഇന്ത്യക്കൊരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് വളരെ വളരെ ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മഹുവ മൊയ്ത്രയുടെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞിട്ടുള്ള ചില എലമെൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള എലമെൻറ്റുകളും ഇതും തമ്മിൽ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. മഹുവ മൊയ്ത്ര ഇന്നലെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ പറയുന്നൊരു വാചകം, അവരൊരു തീപ്പൊരി പ്രാസംഗികയാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ്, നമുക്കെല്ലാം അറിയാം. അവരെ കഴിഞ്ഞ തവണ ലോക്സഭയിൽ നിന്ന് അംഗത്വം അവരെ പുറത്താക്കിയതാണ്. അവരുടെ വീട് പിറ്റേ ദിവസം തന്നെ അവർക്ക് വിട്ടുപോകേണ്ടി വന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന അവർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവർ പറയുന്നത്, നരേന്ദ്രമോദി പോകല്ലേ, അങ്ങൻ്റെ പ്രസംഗം കേൾക്കൂ, പേടിക്കല്ലേ എന്നാണ് പറയുന്നത്. ഉടനെ ട്രഷറി ബെഞ്ച്, അതായത് BJP ബെഞ്ചിൽ നിന്നുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി പോവുകയാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മഹുവ മൊയ്ത്ര തിരിച്ചു പറയുന്ന വാചകം, അദ്ദേഹം എൻ്റെ LOP ആണ്, ലോക്സഭയിലെ ഞങ്ങളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, അതുകൊണ്ട് അദ്ദേഹം എൻ്റെ വാദങ്ങളൊക്കെ നേരത്തെ തന്നെ കേട്ടതാണ് എന്ന് പറയുമ്പോൾ, ഇത് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇവർ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള മണിപ്പൂരിനെ കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്
മണിപ്പൂരിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? കാരണം അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഞാൻ മണിപ്പൂരിൽ പോയതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോകാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് ചോദിച്ചതെങ്കിൽ, ഇവിടെ മഹുവ മൊയ്ത്ര പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചിട്ടുള്ള പല വാക്കുകളും നിങ്ങൾ ഉപയോഗിച്ചു. അതായത് നിങ്ങൾ മുസൽമാൻ എന്ന് ഉപയോഗിച്ചു, മുല്ല എന്ന് ഉപയോഗിച്ചു, നിങ്ങൾ മദ്രസ എന്ന് ഉപയോഗിച്ചു, നിങ്ങൾ മട്ടൻ കറിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പല എമ്മുകൾ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ഒരു തവണ പോലും മണിപ്പൂർ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം, ഈ കവിത നിങ്ങൾ മണിപ്പൂരിലേക്ക് വരൂ, അവിടുത്തെ രക്തം കാണൂ എന്ന് പറയാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് കൃത്യമായി മമത മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. കുറച്ചുകൂടി കാവ്യാത്മകമായി അവരതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് രാഹുൽ പറയാത്തൊരു കാര്യമാണ്. പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നാരീ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നാരീ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ തവണത്തെ 17ാമത്തെ ലോക്സഭയിൽ 14.7% വനിതകളായിരുന്നു എം പിമാരെങ്കിൽ, പിമാരുടെ ടോട്ടലിൽ 14.7%, അതായത് 76 വനിതകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 18ാം ലോക്സഭയിലേക്ക് വരുമ്പോൾ വെറും 72 വനിതകൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 13.6% ഇത് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് നാരീശക്തിയാണ് നിങ്ങളിവിടെ നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അടുത്ത കാര്യം കൂടിയുള്ളത്, 240 എം പിമാർ BJPക്കുള്ളതിൽ 30 പേർ മാത്രമേ വനിതകളായിട്ടുള്ളൂ. നിങ്ങൾ പിന്നെ എന്ത് നാരീശക്തിയെക്കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ പാർട്ടി, അതായത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ തവണ 37% വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത്തവണ 38% വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു എന്നാണ്. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി പ്രതിപക്ഷം ഒരു മെസ്സേജ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇലക്ഷൻ കമ്മീഷനിലും ഇന്ത്യയിൽ ജുഡീഷ്യറിക്കും അടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്ക് നിങ്ങൾ ഭരണപക്ഷത്തിനെ പേടിച്ചു മാത്രം അവർക്ക് വേണ്ടി മാത്രം സൈലൻ്റ് ആവുകയും ചില കാര്യങ്ങളിൽ തൊടാതിരിക്കുകയും അവർക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത് എന്ന് പറയുന്നൊരു സൂചന കൊടുത്തിരിക്കുന്നു. ആ സൂചനയിൽ പറയുന്നൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്ലൈൻഡ് ആയിരുന്നു, അവർ ഭയം കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള മൈനോറിറ്റീസിനെതിരെയും മുസ്ലിം മൈനോറിറ്റീസിനെതിരെ നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളെക്കുറിച്ചും ഇവർ മിണ്ടാതിരുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ മോശമായി പോയി എന്നുള്ളതാണ് കൃത്യമായി ലോക്സഭയിൽ നിന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി പഴയ പോലെ പ്രതിപക്ഷം മിണ്ടാതിരിക്കില്ല എന്ന് പറയുന്ന കൃത്യമായൊരു മെസ്സേജാണ് മഹുവ മൊയ്ത്ര ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളതെങ്കിൽ, രണ്ടാമത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പില്ലറുകളിൽ ഒന്നായിട്ടുള്ള കൃത്യമായി ജുഡീഷ്യറിയിലേക്ക് വരുമ്പോൾ പറയുന്നൊരു കാര്യം, 62 വയസ്സാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് പിരിയാനുള്ള വയസ്സെന്ന് പറയുന്നത്. 62 വയസ്സാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് പിരിയുന്നതിനുള്ള പ്രായം എന്ന് പറയുന്നത്, റിട്ടയർ ചെയ്യുന്നതിനുള്ള പ്രായം 65 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ 22 വയസ്സുള്ളവർക്ക് ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു എലവേഷൻ കിട്ടിയാൽ, അതായത് സുപ്രീം കോടതിയിലേക്കൊരു ഉയർത്തപ്പെട്ടാൽ 3 കൊല്ലവും കൂടി സർവീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ തൊടാൻ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് മടിയാണ്. പല കേസുകളിലും, അതായത് പല മാധ്യമങ്ങൾക്കെതിരെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും എടുത്തുള്ള പല കേസുകളിലും ജാമ്യം കൊടുക്കാൻ പോലും അല്ലെങ്കിൽ അത് തൊടാൻ പോലും കഴിയാത്തത് ഇതുകൊണ്ടാണെന്നാണ് മഹുവ മൊയ്ത്ര പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമായി പറയണമെങ്കിൽ ലോക്സഭയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം പുറത്ത് ലോക്സഭയിൽ എന്ത് വേണമെങ്കിലും ഇവർക്ക് സംസാരിക്കാം. ബാനഷ്ട കേസിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മഹുവ മൊയ്ത്ര പറഞ്ഞു വെക്കുന്നു. ഇനി ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാധ്യമങ്ങളെക്കുറിച്ചാണ്. ആ മാധ്യമങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും, നിങ്ങൾ ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയ നിങ്ങൾ ഇവർക്ക് വേണ്ടി മാത്രം വാർത്തകൾ കൊടുക്കുകയും ഇത് ഇലക്ഷൻ പോലും ആവശ്യമില്ല, പകരം മോദി യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ളതിലൊക്കെയുള്ള സർവേകൾ കൊടുക്കുകയും ആ സർവേകളിൽ നിങ്ങൾ ജനത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സർവേകളിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് ആരാണ് എന്ന് കൃത്യമായി ഈ മാധ്യമങ്ങളോട് പറയാതിരുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ സർവേകളെല്ലാം തന്നെ തെറ്റിപ്പോയത്. ജനങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല, മീഡിയകളുടെ ക്രെഡിബിലിറ്റി തകർന്നിരിക്കുന്നു. ഈ ക്രെഡിബിലിറ്റി തകരാത്ത ഗവൺമെൻറ് വേട്ടയാടിയ മാധ്യമങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ അവർ പിടിച്ചു നിൽക്കുകയും സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ നിലയും അപകടത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുക വഴി പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇനി ഇതിൽ നിന്നും ഈ പഴയ പോലെ കാര്യങ്ങൾ നടക്കില്ല, മാധ്യമങ്ങളോടുകൂടി നിങ്ങൾ മാറണം എന്നും ജുഡീഷ്യറിയോടും ഇലക്ഷൻ കമ്മീഷനോടും പറഞ്ഞു വെക്കുകയാണ് കൃത്യമായി മഹുവ മൊയ്ത്ര ചെയ്തിട്ടുള്ളത്. ഇതിൽ അടുത്തൊരു കാര്യം മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നൊരു കാര്യം,
ഒരൊറ്റ പ്രൊജക്റ്റിന്, അതായത് മുംബൈ അഹമ്മദാബാദിലേക്കുള്ള സ്പീഡ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിന് ഇന്ത്യൻ റെയിൽവേ കൊടുത്തിട്ടുള്ളത് 1,80,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ആ 1,80,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് അവിടെ കൊടുക്കുമ്പോൾ മഹുവ മൊയ്ത്ര പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ടോട്ടൽ റെയിൽ പാളങ്ങളുടെ നീളമെന്ന് പറയുന്നത് 1,26,000 കിലോമീറ്ററാണ്. 1,26,000 കിലോമീറ്റർ. അതായത് പെർ കിലോമീറ്ററിന് ഒരു 50 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ കവച്, അതായത് സുരക്ഷ ഒരുക്കാൻ കഴിയും കുറേ കൂടി കൃത്യമായി. അങ്ങനെ സുരക്ഷ ഒരുക്കാൻ കേവലം 63,000 കോടി രൂപ മതി. ആ സുരക്ഷ ഒരുക്കാത്തത് കൊണ്ട് ഈയടുത്ത് നടന്നിട്ടുള്ള ട്രെയിൻ അപകടങ്ങളെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട് 2-3 ആ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കവചമൊരുക്കാൻ വേണ്ടിയിട്ട് ഈ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 63,000 രൂപ കൊടുക്കാതെ നിങ്ങൾ എന്തിനാണ് ഈ സാധാരണക്കാരൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ നിങ്ങൾ എന്തിനാണ് 1,80,000 കോടി രൂപ ഒരൊറ്റ സിംഗിൾ പ്രൊജക്റ്റിനായിട്ട് ചെലവഴിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നരേന്ദ്രമോദിയെ കളിയാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കളിയാക്കിയ പോലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു വാചകം നരേന്ദ്രമോദിക്ക് ദൈവവുമായി നേരിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തിപരമായി നിങ്ങൾ അധിക്ഷേപിക്കരുതെന്ന് ഓം ബിർള പറഞ്ഞപ്പോൾ, അതായത് സ്പീക്കർ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഇത് നേരിട്ട് മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണ്. എനിക്ക് നേരിട്ട് അവിടെ നിന്നാണ് ഓർഡർ കിട്ടുന്നത്. ഒരു ദിവസം ഓർഡർ കിട്ടി, അപ്പോൾ രാത്രി 8 മണിക്ക് നോട്ട് നിരോധിച്ചു. പിന്നെ ഓർഡർ കിട്ടി, അദാനിക്ക് മുംബൈ പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൻ്റെ അടുത്ത കാര്യം അദ്ദേഹം പറയുന്നത്, ഈ മഹുവ മൊയ്ത്ര പറയുന്നൊരു കാര്യം, ഇത് നോൺ ബയോളജിക്കൽ ലീഡർ എന്നാണ് കൃത്യമായി അവർ ഉപയോഗിച്ച വാചകം. ആ ബയോളജിക്കൽ ലീഡർ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. അദ്ദേഹം 23 ക്യാമ്പയിൻ ബംഗാളിൽ നടത്തി. അതിൽ 20 സ്ഥലത്തും ഇവർ തോറ്റു, അതായത് BJP തോറ്റു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ 18 സ്ഥലത്ത് ക്യാമ്പയിൻ നടത്തി. അതിൽ 15 സ്ഥലത്തും അവർ തോറ്റു എന്നാണ്. പഞ്ചാബിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യം പറയേണ്ട, ആ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം തോറ്റു. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഇദ്ദേഹം ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണമുള്ള സ്ഥലമാണ്. മുസ്ലിം മൈനോറിറ്റീസിനെ കുറിച്ച് അദ്ദേഹം ചില അത്ര അഭികാമ്യമല്ലാത്ത പരാമർശങ്ങൾ നടത്തി നരേന്ദ്രമോദി. അവിടെ 2 ലക്ഷം വോട്ടിന് ആളുകൾ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ അയോധ്യയിൽ രാമൻ ഒരു തിരിച്ചടി നൽകിയെന്നും, നിങ്ങൾ രാമക്ഷേത്രം ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ അവിടെ അംബാനിയെ വിളിച്ചു, അദാനിയെ വിളിച്ചു, സിനിമാ താരങ്ങളെ വിളിച്ചു, പക്ഷേ അയോധ്യയിലെ ഒരു സാധാരണക്കാരനെ പോലും വിളിച്ചില്ല എന്ന് പറയുന്ന ആരോപണം കൃത്യമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അവർ പറയുന്ന അടുത്ത വാചകമെന്ന് പറയുന്നത്, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഭരണത്തിലെന്ന് ചോദിച്ചാൽ, എൻ്റെ അംഗത്വം നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, ഒരു സർജറിയിൽ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യപ്പെട്ടു. പക്ഷേ എനിക്ക് നേട്ടം കൊയ്യാനായത് ഒരൊറ്റ കാര്യത്തിലാണ്, കാരണം എൻ്റെ ഭയം നഷ്ടപ്പെട്ടു. ഫിയർ ഫ്രം ദ ഫ്രീഡം, ഭയത്തിൽ നിന്ന് ഞാൻ മോചിതനായി എന്ന് പറയുന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. അടുത്ത പറയുന്നൊരു വാചകമെന്ന് പറയുന്നത്, അവരെ പുറത്താക്കാൻ തീരുമാനിച്ചത് കൊണ്ട് 63 MP-മാർ, അതായത് 303 MP-മാരുണ്ടായിരുന്ന BJPക്ക് 63 MP-മാർ നഷ്ടപ്പെട്ടു എന്നവർ പറയുന്നുണ്ട്. കൂടാതെ അവർ പറയുന്നൊരു കാര്യം, അവരുടെ കമ്മിറ്റി, അതായത് എത്തിക്സ് കമ്മിറ്റി, അവരെ പുറത്താക്കാൻ തീരുമാനിച്ച എത്തിക്സ് കമ്മിറ്റിയിൽ 5 പേർ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്തിരുന്നു. ആ 5 പേരിൽ 4 പേരും പിന്നീട് ഈ ലോക്സഭയിലേക്ക് എത്തിയില്ല. ഒരു കോൺഗ്രസ് മെമ്പർ അവർ വോട്ട് ചെയ്തിരുന്നു ഇവരെ പുറത്താക്കാൻ അനുകൂലിച്ചുകൊണ്ട്. ആ കോൺഗ്രസ് മെമ്പറും തിരിച്ച് ഇങ്ങോട്ട് എത്തിയില്ല എന്നുള്ളതാണ് മഹുവ മൊയ്ത്ര പറയുന്നത്. ആ കോൺഗ്രസ് മെമ്പർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരും തിരിച്ച് ഇതുപോലെ ലോക്സഭയിലേക്ക് എത്തിയില്ല. നേരത്തെ കൃഷ്ണൻ എങ്ങനെയാണോ പാഞ്ചാലി ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എങ്ങനെയാണോ കൃഷ്ണൻ വന്ന് രക്ഷപ്പെടുത്തിയത്, അതേപോലെ തന്നെ എന്നെ ശിക്ഷിക്കാൻ, നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ, എന്നെ വേട്ടയാടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മോദിയടക്കം കൃഷ്ണനഗറിൽ വന്ന് പ്രസംഗിച്ചിട്ടും പക്ഷേ ജനങ്ങൾ അവരെന്നെ കൂടെ നിർത്തി. കൃഷ്ണൻ ദ്രൗപദിയെ സംരക്ഷിച്ചതുപോലെ തന്നെ എന്നെ അവർ കൂടെ നിർത്തി എന്നുള്ളതാണ് മഹുവ മൊയ്ത്ര അതിഗംഭീരമായി 29 മിനിറ്റുള്ള അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചില മലയാളം മീഡിയാസൊക്കെ 19-15 മിനിറ്റാക്കി അവരുടെ പ്രസംഗം ചുരുക്കി കൊടുത്തിട്ടുണ്ട്. അല്ല, അവർ 29 മിനിറ്റും അതിഗംഭീരമായി അവർ പ്രസംഗിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, തീർച്ചയായും ഇന്ന് നരേന്ദ്രമോദി വൈകുന്നേരം 4 മണിക്ക് ഇതിന് മറുപടി പറയും. പക്ഷെ മറുപടി പറയാൻ പോകുന്നത് ഹിന്ദുക്കളെ മുഴുവൻ അവഹേളിച്ചുവെന്നും ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികൾ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചുവെന്നും പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ, മറ്റ് ഈ പറയുന്ന 1,80,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഒരൊറ്റ പ്രൊജക്റ്റ് വേണ്ടി അനുവദിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷ ഒരുക്കുന്നതിന് 63,000 കോടി കൊടുക്കാത്തത് എന്താണ് എന്നുള്ളതിൻ്റെ കാര്യത്തിലൊന്നും കൃത്യമായ മറുപടി പറയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി,
170 മണ്ഡലങ്ങളുണ്ട് 3 സ്റ്റേറ്റുകളിലായിട്ട്. അതായത് മഹാരാഷ്ട്ര, UP, വെസ്റ്റ് ബംഗാളിലായിട്ട് 170 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ജയിച്ചത് വെറും 54 എണ്ണം മാത്രമാണ് എന്നാണ് BJPയോട് മഹുവ മൊയ്ത്ര പറയുന്നത്. കൃത്യമായ അതിഗംഭീരമായ ഒരു പ്രതിപക്ഷം നമുക്ക് ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന്. രണ്ടാമത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പ്രതിപക്ഷത്തിന് കൃത്യമായൊരു തന്ത്രവും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും കൂടി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണം ഈ 2 പ്രസംഗങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കാൻ.